ഹായ് ഓൾ. ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു ഇന്ത്യ മൈ നേറ്റീവ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോൻ്റെ വേറൊരു കവിതയാണ്. ഇതിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് പാട്രിയോട്ടിക് സോണറ്റ്സ് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇതിൽ പോയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഒരു ആംഗ്ലോ ഇന്ത്യൻ പോയറ്റാണ്, ടീച്ചറാണ്, ജേർണലിസ്റ്റാണ്, സോഷ്യൽ റീഫോം ആൻഡ് ദ ലീഡർ ഓഫ് യങ് ബംഗാൾ മൂവ്മെൻ്റ് ആണ് ആക്ച്വലി. ഓക്കെ, പിന്നെ ഇനി ഈ കവിത എന്ന് പറഞ്ഞാൽ ഡെറോസിയോ തൻ്റെ മാതൃരാജ്യമായ ഇന്ത്യയോടുള്ള സ്നേഹവും ഈ കോളനൈസേഷൻ മൂലം നഷ്ടപ്പെട്ട മഹത്വത്തെക്കുറിച്ചുള്ള ദുഃഖവുമാണ് പ്രകടിപ്പിക്കുന്നത്. ഇതൊരു പാട്രിയാറ്റിക് സോണറ്റാണ്, എന്ന് വെച്ചാൽ ദേശസ്നേഹമുള്ള രീതിയിൽ എഴുതിയിട്ടുള്ള. ഇതിൻ്റെ പോയത്തിൻ്റെ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു 4 ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യം പാസ്റ്റ് ഗ്ലോറിനെ കുറിച്ച് പറയുന്നു, പിന്നെ പ്രസൻറ്റ് ഡീക്കേനെ കുറിച്ച് പറയുന്നു, പിന്നെ പോയറ്റ്സിൻ്റെ റെസൊല്യൂഷനും, പിന്നെ ലാസ്റ്റിൽ ഹോപ്പ് ഫോർ നാഷണൽ റിവൈവൽ. ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ ലൈൻസ് എടുത്ത് നോക്കിയാൽ കാണാം. മൈ കൺട്രി ഇൻ ദ ഡേയ്സ് ഓഫ് ഗ്ലോറി പാസ്റ്റ്, a beauteous halo circled round the brow and worshipped as a deity thou wast. Where is the glory? Where the reverence now? അപ്പം അവിടെ ചോദിക്കുന്ന വെച്ചാൽ ദ പോയറ്റ് റിമെമ്പർ ചെയ്യുന്ന എ ടൈം വെൻ ഇന്ത്യ വാസ് ഗ്ലോറിയസ്, റെസ്പെക്റ്റഡ് ആൻഡ് വർഷിപ്ഡ് ബൈ ദ വേൾഡ്. കവി ആദ്യം ഇന്ത്യയുടെ പഴയ മഹത്വത്തിനാണ് ഓർക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യ ലോകത്തിൻ്റെ അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിരുന്നു. സോ ലോകം ഇന്ത്യയെ ദൈവത്തെ പോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു വിശുദ്ധമായിട്ടുള്ളൊരു വ്യക്തി എന്ന് വെച്ചാൽ നമ്മൾ ഈ ചില ഇമേജിലും പിക്ചറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ദൈവങ്ങളെ, ചില സന്യാസികൾ, അങ്ങനെ കുറച്ച് ഡിവൈൻ ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഹാലോ, അങ്ങനെ ഒരു വട്ടത്തിലൊരു പ്രകാശം വരുന്ന പോലെ കാണും. അപ്പോൾ അവിടെ കവി ചോദിക്കുകയാണ്, ഈ അതേപോലെ ഈ ചുറ്റിലുമുള്ളൊരു പ്രകാശവളയം നമ്മുടെ ഇന്ത്യൻ്റെ മഹത്വത്തിനും ബഹുമാനത്തെയും ചുറ്റപ്പെട്ടിരുന്നു എന്നാണ് കവി പറയുന്നത്. സോ പിന്നെ ചോദിക്കുന്ന വെച്ചാൽ നൗ ഇന്ത്യ ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി അണ്ടർ കൊളോണിയൽ റൂൾ. അപ്പം ഇത് എന്താ പറയുക, ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി പറഞ്ഞാൽ വളരെ ദയനീയമാണ്. സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു. സോ അവിടെ ചോദിക്കുന്നത്, ഈ സ്വതന്ത്രമായ ആകാശത്ത് പറക്കുന്ന കഴുകൻ്റെ ചിറകിൽ ചങ്ങലയിട്ടാൽ അതിന് പറക്കാൻ കഴിയില്ല. അതുപോലെ ബ്രിട്ടീഷ് കോളനി വാഴ്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ബന്ധിച്ചിരിക്കുന്നു. അവിടെ ആ വരികളിൽ പറയുന്നുണ്ട്, ദൈ ഈഗിൾ പിന്നിയൻ ഈസ് ചെയിൻ ഡൗൺ അറ്റ് ലാസ്റ്റ് ആൻഡ് ഗ്രൗളിംഗ് ഇൻ ദ ലവ്ലി ഡസ്റ്റ് ആർ ദോ. ഓക്കെ, ഈ ഗ്രൗളിംഗ് ഇൻ ദ ലവ്ലി ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ വീണ് അപമാനിതമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു കാലത്ത് മഹത്തായിരുന്ന ഇന്ത്യ ഇന്ന് അപമാനിക്കപ്പെട്ട ഒരവസ്ഥയിലാണെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ ആ പോയറ്റിൻ്റെ റോളിലേക്ക് വരുന്നുണ്ട്. ദൈ മിൻസ്ട്രൽ ഹാവ് നോ ബ്രീത്ത് ടു വീവ് ഫോർ ദീ, സേവ് ദ സാഡ് സ്റ്റോറി ഓഫ് ദ മിസറി. വെൽ ലെറ്റ് മീ ഡൈവ് ഇൻ ടു ദ ഡെപ്ത്സ് ഓഫ് ടൈം ആൻഡ് ബ്രിങ് ഔട്ട് ഫ്രം ഔട്ട് ദ ഏജസ് ദാറ്റ് ഹാവ് റോൾഡ്. അപ്പം പോയറ്റിന് ഹി കനോട്ട് ഓഫർ ഇന്ത്യ എ ക്രൗൺ ഓഫ് വിക്ടറി. ഇന്ത്യക്ക് വീണ്ടും ഒരു എന്താ പറയുക, വിജയത്തിൻ്റെ പൂമാല അണിയിക്കാൻ കഴിയുന്നില്ല. ഹി ക്യാൻ ഓൺലി സിങ് അബൌട്ട് ഹെർ സോറോ. കാരണം രാജ്യം ഇപ്പോൾ ദുഃഖത്തിൻ്റെ അടിമത്തത്തിലാണ്. അതിനാൽ അദ്ദേഹത്തിന് പറ്റുന്നൊരു കാര്യം എന്താണ്, കവിത ഒരു ദുഃഖഗാനമായിട്ട് അതിനിങ്ങനെ മാറ്റി പറയുകയാണ്. പിന്നെ അതിൽ വരുന്നത് ദ മിൻസ്ട്രൽ ഹാത്ത് നോ ബ്രീത്ത് ടു വീ ഫോർ ദി എന്ന് പറയുന്നത്, മിൻസ്ട്രൽ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന കവി അല്ലെങ്കിൽ ഗായകൻ എന്നും, വ്രീത്ത് എന്ന് പറഞ്ഞാൽ പൂമാല. നമ്മളിപ്പോൾ ആരെങ്കിലും മരിക്കുകയാണെങ്കിലൊക്കെ നമ്മളത് ഒരു വ്രീത്ത് വെച്ച് കൊടുക്കില്ലേ, അങ്ങനെ. അപ്പം ഈ പോയറ്റ് എന്താണ്, ഒരു നാഷണൽ കമ്മിറ്റ്മെൻ്റ് എന്ന രീതിയിലേക്ക് ദ പോയറ്റ് പ്രോമിസസ് ടു സെർച്ച് ഹിസ്റ്ററി ആൻഡ് റിക്കവർ ഇന്ത്യാസ് ഫോർഗോട്ടൺ ഗ്ലോറി. അപ്പം അതിൽ അവസാനമായിട്ട് പോയം വരുന്ന സമയത്ത് എന്താ ഇങ്ങനെ പറയുന്നുണ്ട്,
let me dive into the depth of time, and which human I may never more behold, and let the garden of my labor be my fallen country, one kind for thee. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇന്ത്യയുടെ നഷ്ടപ്പെട്ട മഹത്വത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളെങ്കിലും കണ്ടെത്തും, അവ വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇതാണ് അദ്ദേഹത്തിന് ദേശീയ ഒരു പ്രതിബന്ധമായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ തീമാറ്റിക് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ തീംസ് ഓഫ് ദ പോയത്തിൽ ഫസ്റ്റ് പറയുന്നത് ലോസ് ഓഫ് പാസ്റ്റ് ഗ്ലോറിയാണ്. ഒരു കാലത്ത് ലോകം ആരാധിച്ചിരുന്ന ഇന്ത്യ ഇന്ന് തൻ്റെ മഹത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ നഷ്ടത്താണ് കവിയുടെ പ്രധാനമായിട്ടുള്ള തീമെന്ന് പറയുന്നത്. സോ ലോസ്റ്റ് ഓഫ് പാസ്റ്റ് ഗ്ലോറി. രണ്ടാമത്തത് ഇമ്പാക്റ്റ് ഓഫ് കൊളോണിയലിസമാണ്. ഈ ബ്രിട്ടീഷ് കൊളനൈസേഷൻ്റെ ടൈം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഫ്രീഡം, സംസ്കാരത്തിൻ്റെ, ആത്മാഭിമാനത്തിൻ്റെ ഒക്കെ ദുർബലമാക്കി. ഇത് ചെയിൻഡ് ഈഗിൾ എന്ന പ്രതീകത്തിലൂടെയാണ് കവി അവതരിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഒരു പരുന്തിന് എത്രത്തോളം ഉയരത്തിൽ പറക്കാൻ പറ്റുമെങ്കിലും അതിനെ ചെയിൻ ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, അതിന് പറക്കാൻ പറ്റില്ല. അതേപോലെ പിന്നെ വരുന്നത് റോൾ ഓഫ് ദ പോയറ്റാണ്. എന്നുവെച്ചാൽ കവി ഇവിടെ വെറും അങ്ങനെ ദുഃഖിക്കുന്നല്ല, ചരിത്രത്തിൽ നിന്ന് ഇന്ത്യയുടെ മഹത്വം തിരികെ കണ്ടെത്തി ജനങ്ങളെ ഉണർത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പിന്നെ നാഷണലിസ്റ്റ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ദേശത്തിൻ്റെ നഷ്ടപ്പെട്ട പാരമ്പര്യം വീണ്ടെടുക്കുക എന്നത് കവിയുടെ ജീവിത ലക്ഷ്യമായിട്ട്, ലൈഫ് ഗോളായിട്ട് മാറുന്ന പോലെയാണ് ലാസ്റ്റ് എൻഡിൽ കുറച്ച് ഇൻസ്പയർ ആയിട്ട് കവി പറയുന്നത്. ഇനി ഇതിലെ ലിറ്റററി ഡിവൈസസ് നോക്കിയാൽ പേഴ്സണിഫിക്കേഷൻ കാണാം. ഇന്ത്യനെ ഒരു ജീവനുള്ള സ്ത്രീയായിട്ടോ അല്ലെങ്കിൽ ഒരു ദേവതേനൊക്കെ പോലെയാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാക്കിലൊരു ഹാലോ കാണുന്നുണ്ടെന്ന്, ഒരു പ്രകാശത്തിൻ്റെ വെളിച്ചം പുറത്തുനിന്ന് വരുന്നുണ്ട്, അതേപോലെ. അപ്പോൾ ഇവിടെ മെറ്റഫറായിട്ട് ഹാലോ, ഈഗിൾ, ചെയിൻഡ് വിങ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹാലോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ ദൈവികമായ മഹത്വം, ഈഗിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ശക്തിയും സ്വാതന്ത്ര്യത്തിനുമായിട്ട് പ്രതിനിധീകരിക്കുന്നു. ചെയിൻഡ് വിങ്സ് എന്ന് പറഞ്ഞാൽ കോളനൈസേഷൻ കാരണം നഷ്ടപ്പെട്ട ഫ്രീഡത്തിനെയാണ് അങ്ങനെയും പറയുന്നത്. ഇനി ഇതിൽ ഇമാജിനറിയിൽ ഹാലോ, ഈഗിൾ, ഡസ്റ്റ്, ഫ്രാഗ്മെൻറ്റ്സ്, ബ്രീത്ത് ഇങ്ങനത്തെ വേർഡ്സ് കണ്ടാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കാം ഇത് ടു ഇന്ത്യ മൈ നേറ്റീവ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയാണെന്ന്. ഇനി ആർക്കെയിക് ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയണത് ശരിയാണെന്നുള്ള രീതിയിൽ, എന്നുവെച്ചാൽ ദോ പണ്ടുള്ള പഴയ ഇംഗ്ലീഷ് ശൈലിയുള്ള വാക്കുകളാണ് ദോ, തൈ, തീ, ആർട്ട്, നിങ്ങൾ, ഞാൻ, അങ്ങനെയൊക്കെ ഇത് പണ്ട് യൂസ് ചെയ്ത വാക്കുകളാണ് എന്നാണ് പറയുന്നത്. സോ അവിടെ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പഴയ ഇംഗ്ലീഷ് സ്റ്റൈൽ. പിന്നെ സിംബലിസത്തിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാലോ എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ ഗ്ലോറിയാണ്, ഈഗിൾ എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആൻഡ് പവറാണ്, ചെയിൻസ് എന്ന് പറയുന്നത് അവിടെ കൊളോണിയൽ ഒപ്രഷനെ സൂചിപ്പിക്കുന്നു, വ്രീത്ത് എന്ന് പറയുന്നത് ഹോണറാണ്, ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ലോസ്റ്റ് ഹെറിറ്റേജിനെയാണ് കാണിക്കുന്നത്. ഇനി എക്സാമിലേക്ക് ഒരു കീ ടേക്ക് അവേസ് എന്ന് പറഞ്ഞാൽ ഹിയർ ദ പോയിറ്റ് എക്സ്പ്രസ്സ് ഡീപ്പ് ലവ് ഫോർ ഇന്ത്യ, മോൺസ് ഇന്ത്യാസ് ഡിക്ലൈൻ അണ്ടർ കൊളോണിയൽ റൂൾ, celebrate India's glorious past, calls for cultural revival, uses powerful metaphors like halo, eagle and chained wings. One of the earliest nationalist poem in Indian English literature ആണ്. സോ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ടു ഇന്ത്യ മൈ നേറ്റീവ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു ദുഃഖഗാനം മാത്രമല്ല, ഇതൊരു ശക്തമായൊരു ദേശീയ പ്രഖ്യാപനമാണ്. ബ്രിട്ടീഷ് കോളനൈസേഷൻ മൂലം നഷ്ടപ്പെട്ട ഇന്ത്യയുടെ മഹത്വത്തിന് ഡെറോസിയോ ദുഃഖിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം നിരാശയിൽ അവസാനിപ്പിക്കുകയല്ല അതിന് ചെയ്യുന്നത്. പകരം ചരിത്രത്തിൽ നിന്ന് ആ മഹത്വം വീണ്ടെടുത്ത് പുതിയ തലമുറയെ ഉണർത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ഈ കവിത സാംസ്കാരിക പുനർജന്മത്തിൻ്റെയും ബൗദ്ധിക സ്വാതന്ത്ര്യത്തിൻ്റെയും ദേശീയ അഭിമാനത്തിൻ്റെയും ശാശ്വതമായ ഒരു വിളിയാണ്. അപ്പോൾ എന്നുവെച്ചാൽ ദ പോയം സ്റ്റാൻഡ്സ് ആസ് എ timeless call for cultural rebirth, intellectual freedom and national pride, reflecting Derosio's radical spirit and deep devotion to his motherhood. Okay,
സോ ഇത്രയാണ് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോടെ ടു ഇന്ത്യ മൈ നേറ്റീവ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ പറയുന്നത്.